വെൽക്കം ടു എയ്സ് അക്കാദമി അഞ്ചൽ. നമ്മൾ ഇന്നെടുക്കുന്ന ക്ലാസ് +2 കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടി അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഓർഗനൈസേഷൻസ് നോട്ട് ഫോർ ബിസിനസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. എന്താണ് ബിസിനസ് ഓർഗനൈസേഷൻസ് എന്നും എന്താണ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ദ ബിസിനസ് ഓർഗനൈസേഷൻസ് വിച്ച് ആർ ഡൂയിങ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് ഫോർ ഏണിംഗ് പ്രോഫിറ്റ്. എന്നാൽ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നോട്ട് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറഞ്ഞാൽ ലാഭേച്ഛയില്ലാതെ ലാഭം കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് നോട്ട് ഫോർ ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. ഇവ തീർത്തും സർവീസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളായി. ഇവയ്ക്ക് സർവീസ് റെൻഡറിംഗ് ആണ് പബ്ലിക്കിനും സൊസൈറ്റിക്കും ഒക്കെ ഫ്രീ കോസ്റ്റില് സർവീസുകൾ റെൻഡർ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് നോൺ പ്രോഫിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും ബിസിനസ് ഓർഗനൈസേഷൻസ് ആണെങ്കിലും അവിടെ ട്രാൻസാക്ഷൻസ് നടക്കാറുണ്ട്. സാധാരണ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുവാൻ വേണ്ടിയാണ് അവയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത് 3 പാർട്ടുകൾ ചേർന്നാണ് വരുന്നത്. അത് ആനുവലി ലാഭനഷ്ടങ്ങളും മറ്റും മനസ്സിലാക്കാനും മറ്റും 3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെന്റുകളായിട്ടാണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കുന്നത്. അതിൽ 1 ട്രേഡിംഗ് അക്കൗണ്ട്, 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ് എന്ന ക്രമത്തിലായിരിക്കും നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും കൂടെ ചേർന്ന് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ ലാഭം അല്ലെങ്കിൽ നഷ്ടം, ലാഭനഷ്ടം മനസ്സിലാക്കുവാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ചേർന്ന് വരും. ഒരു ബിസിനസ് സംരംഭത്തിൽ ഉണ്ടാകുന്ന എല്ലാ തരം എക്സ്പെൻസുകളും ലോസുകളും ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഡെബിറ്റിലുണ്ട്. എല്ലാത്തരം ഇൻകങ്ങളും പ്രോഫിറ്റുകളും ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ക്രെഡിറ്റ് സൈഡിലും ഇടും. അപ്പോൾ അതിന് ഇൻകം സൈഡ് കൂടിയാൽ ക്രെഡിറ്റ് സൈഡ് കൂടിയാൽ കിട്ടുന്നത് പ്രോഫിറ്റും, ഡെബിറ്റ് സൈഡ് കൂടിയാൽ അല്ലെങ്കിൽ എക്സ്പെൻസ് സൈഡ് കൂടിയാൽ കിട്ടുന്നത് ലോസുമായിരിക്കും. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നോർമലി നമുക്കറിയാം അസറ്റുകളും ലയബിലിറ്റികളും, ആ ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള അസറ്റുകളും ലയബിലിറ്റികളും. റൈറ്റ് ഹാൻഡ് സൈഡിൽ അസറ്റും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലയബിലിറ്റി എന്ന ക്രമത്തിലായിരിക്കും. എന്നാൽ നമ്മൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുമ്പോൾ അതിന് 3 പാർട്ട് ഉണ്ടാകും. അതിനും 3 പാർട്ട് ഉണ്ടായിരിക്കും. അതിന്റെ 1ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2ാമത്തെ പാർട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3ാമത്തെ പാർട്ട് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനും 3 പാർട്ടുകളുണ്ട്. 1 റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ് എന്ന ക്രമത്തിലായിരിക്കും അവ തയ്യാറാക്കുന്നത്. അപ്പൊ ഇതാണ് അതിനെക്കുറിച്ച് പൊതുവായിട്ട് പറയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന് ചില ഉദാഹരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലബ്ബ്, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, ഹോസ്പിറ്റൽസ്, സ്കൂൾസ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വെൽഫെയർ അസോസിയേഷൻസ്, ഇതൊക്കെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനല്ലാതെ പ്രോഫിറ്റിന്റെ ഉദ്ദേശത്തോടു കൂടി അല്ലാതെ ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്. ഇവയൊക്കെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ നമ്മൾ പറയുന്നത് 1, ഇത്തരം സ്ഥാപനങ്ങൾ സർവീസ് ഓറിയന്റഡ് ആയിരിക്കും. സർവീസ് റെൻഡർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥാപനങ്ങളായിരിക്കും ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മെമ്പേഴ്സിനും പബ്ലിക്കിനും ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസ് റെൻഡർ ചെയ്യുന്ന സ്ഥാപനങ്ങളല്ല ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണ്. 2ാമത്തെ പ്രത്യേകത
നോൺ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റിയാണ്. പ്രോഫിറ്റ് അവരുദ്ദേശിക്കുന്നതില്ല, പ്രതീക്ഷിക്കുന്നതില്ല. പ്രോഫിറ്റ് അല്ല അവരുടെ ഉദ്ദേശം. മറ്റൊരു പ്രത്യേകത, ഇവർ സാധാരണ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യാറില്ല. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് പൊതുവെ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താറില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് നടക്കാറില്ല. ക്രെഡിറ്റിന് മെമ്പേഴ്സിനോ അല്ലെങ്കിൽ അതിന്റെ സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ കിട്ടുന്ന ആൾക്കാർക്ക് ക്രെഡിറ്റിന് ഒരിക്കലും സാധനങ്ങൾ സപ്ലൈ ചെയ്യാറില്ല. ക്യാഷ് ബേസിസിലായിരിക്കും ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ സാധാരണ ക്യാഷ് ബുക്കുകൾ തയ്യാറാക്കാറുണ്ട്. ക്യാഷ് ബുക്ക് അല്ലെ, എല്ലാ ഇടപാടുകളും ക്യാഷ് ഡീലിങ്സ് ആയതുകൊണ്ട്, ക്യാഷ് ബേസിസിൽ ചെയ്യുന്നത് കൊണ്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. അതിനുവേണ്ടി ഇവർ ഒരു ക്യാഷ് ബുക്ക് തയ്യാറാക്കണം, മസ്റ്റാണ്. മറ്റൊരു പ്രത്യേകത, ഇവരൊരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കാറുണ്ട്. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിൽ 3 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു, 3 പാർട്ടുകളുണ്ടെന്ന് പറഞ്ഞു. 1 റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, 2 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, 3 ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ പറഞ്ഞ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടുകൾ എല്ലാ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസും തയ്യാറാക്കണം. മറ്റൊന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് താഴോട്ട് പറയുന്നുണ്ട്. പിന്നെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കണം. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവര് പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് എന്നാണ് വിളിക്കുന്നത്. ബിസിനസ് സംരംഭങ്ങളുടെ പ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്ന ഫണ്ടിനെ ക്യാപിറ്റൽ എന്നും, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുവാൻ ഉപയോഗിക്കുന്ന ഫണ്ടിനെ ക്യാപിറ്റൽ ഫണ്ട് എന്നും വിളിക്കും. ഇത്രയുമാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ 3 പാർട്ടുകളുണ്ടെന്ന് നമ്മൾ വീണ്ടും പറയുന്നു. അതിലെ ഒന്നാമത്തെ പാർട്ടാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. എന്താണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് നമ്മൾ വിശദമായി നോക്കുന്നു. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എക്സാക്ട് ഫോം ഓഫ് ക്യാഷ് ബുക്ക് ഓർ ഇറ്റ് ഈസ് എ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറയാം. ക്യാഷ് ബുക്കിന്റെ മാതൃകയിൽ ക്യാഷ് ബുക്കിന്റെ ഒരു സമ്മറി ആയിട്ട് തയ്യാറാക്കുന്ന, പ്രത്യേകിച്ച് ഒരു അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം, ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനം തയ്യാറാക്കുന്ന ക്യാഷ് ബുക്കുകളുടെ ഒരു സമ്മറിയാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. തയ്യാറാക്കുന്ന വിധം, ഒരു ക്യാഷ് ബുക്ക് എപ്രകാരമാണോ തയ്യാറാക്കുന്നത് അതേ മാതൃകയിൽ തന്നെ ആയിരിക്കും ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഓപ്പണിംഗ് റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2 സൈഡുകളുണ്ട്. ലെഫ്റ്റ് സൈഡ് ഓൾ റെസീറ്റ്, റൈറ്റ് സൈഡ് പേയ്മെന്റ്. ആദ്യം നമ്മുടെ ബാലൻസ് ആണ്. ബാലൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസോ ഓപ്പണിംഗ് ബാങ്ക് ബാലൻസോ ഉണ്ടെങ്കിൽ അവ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ആദ്യത്തെ ഐറ്റം എഴുതുക. അതാണ് റെസീറ്റ് ആൻഡ് പേയ്മെന്റിന്റെ ഒന്നാമത്തെ ഐറ്റം. ഓപ്പണിംഗ് ടൈമിലിരിക്കുന്ന ക്യാഷ് ബാലൻസും ഓപ്പണിംഗ് ടൈമിൽ ബാങ്കിൽ കിടക്കുന്ന പൈസ. കൂടാതെ ഡെബിറ്റ് സൈഡ് അല്ലെങ്കിൽ റെസീറ്റ് സൈഡിൽ ഈ സ്ഥാപനത്തിന്, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ഏതെല്ലാം തരത്തിലുള്ള ഇൻകങ്ങളുണ്ടോ എല്ലാത്തരം റവന്യൂ ഇൻകങ്ങളും എല്ലാത്തരം ക്യാപിറ്റൽ നേച്ചറിലുള്ള ഇൻകങ്ങളും, റവന്യൂ റെസീറ്റുകളും ക്യാപിറ്റൽ റെസീറ്റുകളും. ഈ റവന്യൂ റെസീറ്റുകളും ക്യാപിറ്റൽ റെസീറ്റുകളും റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീറ്റ് സൈഡിൽ തന്നെ കാണിക്കണം. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പോ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ബാങ്ക് ഓപ്പണിംഗ് ബാലൻസ്. പിന്നെ all types of revenue receipts and all types of capital receipts. റെസീറ്റുകൾ 2 തരമുണ്ട്. ഒന്ന് റവന്യൂ റെസീറ്റുകളും, 2 ക്യാപിറ്റൽ റെസീറ്റുകളും. റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് കിട്ടുന്ന വരുമാനങ്ങളെ വിളിക്കുന്ന പേരാണ് റവന്യൂ റെസീറ്റ്. ആവർത്തിച്ച് റെഗുലറായി കിട്ടുന്ന വരുമാനങ്ങൾ. ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് അത് റെഗുലറായി കിട്ടണമെന്നില്ല. റെഗുലറായി കിട്ടാത്ത റെസീറ്റുകളെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ റെസീറ്റ്. അപ്പോൾ റവന്യൂ റെസീറ്റുകൾ റെസീറ്റ് സൈഡില്, ക്യാപിറ്റൽ റെസീറ്റുകളും റെസീറ്റ്. ഇനി നെക്സ്റ്റ് സൈഡില് ഓൾ ടൈപ്സ് ഓഫ് റവന്യൂ പേയ്മെന്റ്സ് ആൻഡ് ഓൾ ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ. എല്ലാത്തരം റവന്യൂ പേയ്മെന്റുകളും എല്ലാത്തരം ക്യാപിറ്റൽ പേയ്മെന്റുകളും
റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡ്. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അസറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കാം. റിയൽ അക്കൗണ്ട് എന്നോ അസറ്റ് അക്കൗണ്ട് എന്ന് വിളിക്കാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ റിയൽ അക്കൗണ്ട് എന്നോ അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് എന്നോ വിളിക്കാം. പിന്നെ നമ്മൾ സാധാരണ ക്യാഷ് ബുക്ക് ബാലൻസ് ചെയ്യുന്നത് പോലെ മിക്കവാറും ഓൾമോസ്റ്റ് കേസിലും റെസിപ്റ്റ് സൈഡ് കൂടി നിൽക്കൂ. റെസിപ്റ്റ് സൈഡ് ആയിരിക്കും എക്സസ് ആയി നിൽക്കുന്നത്. റെസിപ്റ്റ് സൈഡ് എക്സസ് ആണെങ്കിൽ വ്യത്യാസം നമ്മൾ ക്രെഡിറ്റിൽ ബാലൻസ് ചെയ്യണം. ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് എന്നോ കിട്ടും. ക്യാഷ് ബാലൻസ് എന്നോ ബാങ്ക് ബാലൻസ് എന്നോ കിട്ടും. ഇത്രയാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റിന്റെ ഫീച്ചേഴ്സ്, അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് ആണ്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ്. ഒന്നാമത്തെ പ്രത്യേകത, ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആയിരിക്കും. അക്കൗണ്ട് പ്രധാനമായും 3 തരമുണ്ട്: റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് അതിൽ റിയൽ അക്കൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ അസറ്റ് അക്കൗണ്ട് ആയിരിക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഇതൊരു സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആയിരിക്കും. ക്യാഷ് ബുക്കുകളുടെ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സാധാരണ നമ്മൾ ഒരു അക്കൗണ്ടിംഗ് ഇയറിന്റെ അവസാനം മാത്രമേ തയ്യാറാക്കാറുള്ളൂ. പക്ഷെ നമ്മളുടെ സ്ഥാപനത്തിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ദൈനംദിനം നടക്കാറുണ്ട്. അപ്പൊ ദൈനംദിനം ചെയ്യുന്ന ക്യാഷ് ബുക്കുകളുടെ ഒരു ആകെത്തുകയായിരിക്കും, ഒരു വർഷത്തെ ഒരു ആകെത്തുകയായിരിക്കും ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ ക്യാഷ് ബുക്കിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഒരു വർഷം എത്ര ക്യാഷ് ബുക്കുകൾ തയ്യാറാക്കിയിട്ടുണ്ടോ അതിന്റെ എൻറ്റയർ ഇഫക്റ്റ് ആയിരിക്കും ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. മൂന്നാമത്തെ പ്രത്യേകത, പ്രസൻസ് ഓഫ് ബാലൻസ്. പ്രസൻസ് ഓഫ് ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ക്യാഷ് ബാലൻസും കാണും. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ക്ലോസിംഗ് ക്യാഷ് ബാലൻസും ഉൾപ്പെടുത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കും. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നോൺ ഡിസ്ക്ലോഷർ ഓഫ് വർക്കിംഗ് റിസൾട്ട്. ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കി ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ വർക്കിംഗ് റിസൾട്ട് മനസ്സിലാക്കാനേ കഴിയില്ല. അപ്പോൾ വർക്കിംഗ് റിസൾട്ട് മനസ്സിലാക്കുവാൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലൂടെ സാധിക്കില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാത്തരം റെസീറ്റുകളും, ക്യാപിറ്റൽ റെസീറ്റുകളും റവന്യൂ റെസീറ്റുകളും, അതുപോലെ എല്ലാത്തരം പേയ്മെന്റുകളും, ക്യാപിറ്റൽ പേയ്മെന്റുകളും റവന്യൂ പേയ്മെന്റുകളും ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കും. അപ്പൊ അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഐറ്റങ്ങൾ ക്യാപിറ്റൽ നേച്ചറിലുള്ള ഐറ്റങ്ങളാണെന്നോ റവന്യൂ നേച്ചറിലുള്ള ഐറ്റങ്ങളാണോ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ പാലിക്കാറില്ല. അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് നോ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നും തന്നെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എടുക്കാറില്ല. അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകങ്ങളോ അക്രൂഡ് ഇൻകങ്ങളോ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളോ അക്രൂഡ് എക്സ്പെൻസുകളോ പേയ്മെന്റുകളോ ഒന്നും നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ അഡ്മിറ്റ് ചെയ്യാറില്ല. യെസ്, നമുക്ക് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ മാതൃക ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2010. 2010 മാർച്ച് മാസം 31-ാം തീയതി അവസാനിക്കുന്ന വർഷത്തെ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ മാതൃകയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ റെസിപ്റ്റ്, റൈറ്റ് സൈഡിൽ പേയ്മെന്റ് ഉണ്ട്. ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഈ വർഷം ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2010 അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 1 ഏപ്രിൽ 2009 ആയിരിക്കും. 2009 1 ഏപ്രിൽ തുടങ്ങുന്ന വർഷം അവസാനിക്കുന്നത് 31 മാർച്ച് 2010 അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ഡേറ്റ് 1 ഏപ്രിൽ 2009. 2009 ആദ്യം ലെഫ്റ്റ് സൈഡാണ് നമ്മൾ നോക്കുന്നത്. ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ടൈമിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷ് ബാലൻസ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് ഡേറ്റിൽ നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസ്, അതാണ് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്, ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ്. ഇത് രണ്ടും നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ഐറ്റങ്ങളായി തന്നെ എപ്പോഴും എടുക്കണം. ഇനി ഈ വർഷം കിട്ടുന്ന എല്ലാത്തരം റെസീറ്റുകളും ഇൻകങ്ങളും, അത് ഈ വർഷവുമായി ബന്ധം ഇല്ലാത്തത് പോലും, ഈ വർഷത്തെ അല്ലെങ്കിൽ പോലും ഈ വർഷം നമുക്ക് ഏതെല്ലാം റെസീറ്റുകൾ കിട്ടുന്നുണ്ടോ, നമ്മൾ ആദ്യമേ പറഞ്ഞു എല്ലാത്തരം റവന്യൂ റെസീറ്റുകളും എല്ലാത്തരം ക്യാപിറ്റൽ റെസീറ്റും
അത് ഈ വർഷവുമായി ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. ചിലപ്പോൾ പ്രീവിയസ് ഇയറിൽ കിട്ടേണ്ടുന്ന പല ഇൻകങ്ങളും ഈ വർഷം കിട്ടാം. അടുത്ത വർഷം കിട്ടേണ്ടുന്ന പല ഇൻകങ്ങളും അഡ്വാൻസായി ഈ വർഷം കിട്ടാം. അപ്പോൾ ഏത് വർഷത്തെ ഏത് കാലയളവിലെ ഇൻകങ്ങൾ ഈ വർഷം കിട്ടുന്നുണ്ടോ അതെല്ലാം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കണം. അപ്പോ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്നാണ് അർത്ഥം. ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ഇൻകം. എൻട്രൻസ് ഫീസ് റിസീവ്ഡ്, ഈ വർഷം കിട്ടിയ എൻട്രൻസ് ഫീസ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴകിയ പത്രങ്ങളും മറ്റും വിൽക്കുമ്പോൾ കിട്ടുന്ന വരുമാനം. ഇതൊക്കെ റവന്യൂ നേച്ചറുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ എല്ലാ വർഷവും കിട്ടുന്നതാണ്, ആവർത്തിച്ച് കിട്ടുന്നതാണ്, റവന്യൂ നേച്ചർ. എൻട്രൻസ് ഫീസ് ആവർത്തിച്ച് കിട്ടുന്നതായിട്ട് എടുക്കാം, റവന്യൂ ഫീസ്. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ എല്ലാ വർഷവും അല്ലെങ്കിൽ എല്ലാ ദിവസവും വാങ്ങുന്ന പത്രം കാലങ്ങൾ കഴിയുമ്പോൾ പഴക്കം ചെല്ലും, അവ വിറ്റ് കിട്ടുന്ന പണം, റവന്യൂ നേച്ചർ. ലോക്കർ റെന്റ്, ഇവര് ലോക്കർ റെന്റിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. ഇവയാണ് പ്രധാനപ്പെട്ട ഇൻകങ്ങളായി നമ്മൾ ഈ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇൻകങ്ങളെല്ലാം റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസീറ്റ് സൈഡിൽ എടുത്തു. ഇനി നമ്മൾ ഈ വർഷം നടത്തുന്ന പേയ്മെന്റുകൾ, റെന്റ് പെയ്ഡ് എന്നാണ് അർത്ഥം. റെന്റ് പെയ്ഡ്, റെന്റ് കൊടുത്താൽ പേയ്മെന്റ് നടത്തിയാൽ അത് പേയ്മെന്റ് സൈഡിലും, റെന്റ് കിട്ടിയാൽ റെന്റ് പേയ്മെന്റ് നടത്തിയാൽ എക്സ്പെൻസ്. സാലറി പെയ്ഡ്, സാലറി കൊടുത്തു, എക്സ്പെൻസ്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ്. ഫർണിച്ചർ, അപ്പൊ ഇത് മൂന്നും റവന്യൂ നേച്ചറുള്ള എക്സ്പെൻസുകളും. ഫർണിച്ചർ വാങ്ങി എന്നാണ് അർത്ഥം. ഫർണിച്ചർ 1000 എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി, അത് ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസ്. അപ്പൊ റവന്യൂ നേച്ചറുള്ള എക്സ്പെൻസുമായി ക്യാപിറ്റൽ നേച്ചറുള്ള എക്സ്പെൻസുമായി. അപ്പൊ അത്രയും നമ്മൾ പേയ്മെന്റ് സൈഡിൽ വേണ്ടി. ഇനി നമുക്ക് ഈ അക്കൗണ്ട് ഒന്ന് ബാലൻസ് ചെയ്യാം. അപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ നമുക്ക് മൊത്തം 7000 രൂപയുടെ റെസീറ്റ് ഉണ്ട്. 7000 രൂപയുടെ റെസീറ്റ് ഉണ്ട്. ഈ റെസീറ്റിൽ നിന്നും, ഇത്രയും വരുമാനത്തിൽ നിന്ന് നമുക്കുണ്ടായ ചെലവുകൾ അങ്ങ് കുറയ്ക്കുന്നു. ചെലവുകൾ മൊത്തം നോക്കുമ്പോൾ 1000, 2000, 3000. 3000 രൂപ ചെലവ്. ചെലവ് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 4000 രൂപ മിച്ചമുണ്ട്. ആ മിച്ചത്തിൽ എക്സാമ്പിൾ ഇവിടെ 4000 രൂപ മിച്ചത്തിൽ 1200 രൂപ ക്യാഷ് ബാലൻസ് ആണെങ്കിൽ ബാക്കി 2800 രൂപ ബാങ്ക് ബാലൻസ് ആയിരിക്കും. എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടോ അതിന് ശേഷമുള്ളത് ബാങ്ക് ബാലൻസ് ആയിരിക്കും. ഇനി നമുക്ക് ബാങ്ക് ബാലൻസ് ആണ് ക്വസ്റ്റ്യനിൽ തരുന്നതെങ്കിൽ വ്യത്യാസത്തെ ക്യാഷ് ബാലൻസ് ആയി എടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ ഇന്ന് പ്രധാനമായി നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്ന് പറഞ്ഞു, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പ്രത്യേകതകൾ പറഞ്ഞു, ആ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതിൽ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കുന്ന ഒരു മാതൃക നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. രണ്ട്, നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ വല്ലതുണ്ടെങ്കിൽ നമ്മളുടെ ഈ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർന്നും കാണുന്നതിന് വേണ്ടി ഉടൻ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണുന്നവരെ നന്ദി.